ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഹിഗിറ്റ. ഹിഗിറ്റ എന്ന ചെറുകഥയിൽ കഥാകൃത്ത് ഇങ്ങനെ തുടങ്ങുന്നു. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നും എത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കാപ്രിയാട്ടി ഗീവർഗീസ് അച്ഛനോട് ഒരിക്കൽ പറഞ്ഞു. എല്ലാവരും ഒറ്റിക്കൊടുക്കപ്പെട്ട് രണ്ട് കരങ്ങളും വിടർത്തി ഗോളി പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു. ഗാലറികളിൽ ആയിരക്കണക്കിന് തുപ്പൽ വറ്റ തൊണ്ടകൾ അപ്പോൾ നിശബ്ദമായിരിക്കും. ഒരു കാണി മാത്രം ഇങ്ങനെ 3 പ്രാവശ്യം. ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മ പരമ്പരകൾ, ജന്മാന്തരങ്ങൾ ഈ വർഗീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഗോളി മാറ്റമില്ലാതെ യേശു ക്രിസ്തു 1-ാം നമ്പർ ജേഴ്സിയാണെന്ന് പല പന്തകളും തട്ടിമാറ്റി. കുറച്ച് നാളുകൾക്ക് ശേഷം ഗോലിയാത്തായി ആകാശം മുട്ടി നിൽക്കുന്ന ഏകാന്തതയെ കവടയിൽ നിന്നും തൊട്ടുവിട്ട പെനാൽറ്റി കിക്കും കാത്ത് ഗോളി നിന്നു. ഇങ്ങനെ ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഫാദർ ഗീവർഗീസ്. ഈ ഇടവക തെക്കൻ ദില്ലിയിലാണ്. കുറച്ചു മലയാളികൾ ജാർഖണ്ഡിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും എത്തിയ വീട്ടുജോലിക്കാരായ ഏതാനും ആദിവാസി യുവതികൾ വിശ്വാസികളായി അത്രയും പേരുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ബിഷപ്പിനെ കാണാൻ പോകും. പലപ്പോഴും സാഹിത്യം ചർച്ച ചെയ്യുവാൻ ഫാദർ കാപ്രിയാട്ടി എത്തിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ തികച്ചും ഏകാന്തമായ ജീവിതം. എന്റെ ഈ ഏകാന്തതയിൽ പള്ളിമുറ്റത്ത് ഫുട്ബോൾ കളിക്കാനെത്തുന്ന ഈ യുവാക്കളാണ് എനിക്കൊരു ആശ്വാസം. എല്ലാരും ഉണ്ടല്ലോ? ഓക്കെ. ഈ അച്ഛനാര്? ഹിഗിറ്റയോ? ആരായി ഹിഗിറ്റ? എടാ നിനക്ക് ഹിഗിറ്റ അറിയൂടെ? കൊളംബിയയുടെ ഗോൾ കീപ്പർ ഹിഗിറ്റ. സ്കോർപിയൻ കിക്ക് എടുത്ത റെനെ ഹിഗിറ്റ. എടാ ഹിഗിറ്റ ഗോളികൾക്ക് മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചതുരക്കളങ്ങളെ ഭേദിച്ച് എതിരാളിയുടെ ഗോൾ പോസ്റ്റിലേക്ക് പന്തുമായി കുതിച്ച് പായുന്ന ഹിഗിറ്റ. ഓ, ഇങ്ങനൊരു റിസ്ക് എടുക്കണ അച്ഛനാണ് അച്ഛൻ. അച്ഛൻ ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിക്കുമായിരുന്നോ? PT മാഷിന്റെ മകനായതുകൊണ്ടാണ് എന്നെ സ്കൂളിന്റെ ഫുട്ബോൾ ടീമിൽ എടുത്തതെന്ന് തലമുറകളോടെ മൂത്രം കനിഭവിച്ച സ്കൂളിന്റെ വടക്കേ മതിലിൽ ഏതോ ഒരു കുട്ടി കരിക്കട്ടോണ്ട് എഴുതി വെച്ചിരുന്നു. എങ്കിലും
ഒല്ലൂർ എച്ച് ഗോൾ പോസ്റ്റിൽ മഴവില്ല് പോലെ വളഞ്ഞു വന്ന് വീണ് എന്റെ കോർണർ കിക്കോടെ സ്കൂളിൽ എല്ലാവരും എന്നെ അറിയുവാൻ തുടങ്ങി. എണ്ണിയാൽ തീരുന്ന പുൽമുളകളുള്ള ചെങ്കൽ പരപ്പുകളിൽ മുളകെട്ടിയുണ്ടാക്കിയ ഗോൾ പോസ്റ്റുകൾ പിടിപ്പിച്ച മൈതാനങ്ങളിൽ വെറും കാലിലാണ് ഞങ്ങളന്ന് ഫുട്ബോൾ കളിച്ചത്. എന്നിട്ട് സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് നടന്നൊരു കളിയിൽ ക്യാപ്റ്റൻ ഗോപിനാഥ് തൊടുത്തുവിട്ട ഒരു പന്ത് പുറകോട്ട് സിസർ കട്ടിലൂടെ ഗോളടിച്ചതിലൂടെ എന്നെ തേടി അങ്ങ് മലബാറിൽ നിന്ന് വരെ ആളുകൾ എത്തി തുടങ്ങി. ഒരു കളിക്ക് 100ഉം 150ഉം കരാർ പറഞ്ഞ് അവർ എന്നെ സെവൻസ് ടൂർണമെന്റ് കളിക്കുവാൻ ക്ഷണിച്ചു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ പന്തയക്കാരുടെ ആർപ്പുവിളിയിൽ ഞാൻ സെവൻസ് കളിക്കുന്നത് അപ്പൻ ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കൽ അപ്പൻ അതേക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഇപ്പോൾ എന്റെ വിശ്വാസമാണ് സെവൻസോ അതിന്റെ അന്തിക്രിസ്തു. അതുകൊണ്ട് എന്റെ മോനിനെ സെവൻസ് കളിക്കാൻ പോകണ്ട. എനിക്ക് സെവൻസ് കളിക്കാതിരിക്കാൻ ആവില്ലപ്പാ. അപ്പൻ ഫുട്ബോളിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നത് നിർത്തി. അടുത്ത വർഷം എന്റെ അപ്പൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട പി ടി മാഷ് വിട വാങ്ങി. അപ്പനുള്ള പിഴയൊടുക്കി ഞാൻ ഫുട്ബോൾ കളി നിർത്തി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവവിളി കിട്ടി. എന്നെ അനുഗമിക്കും, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. അങ്ങനെ ഞാൻ ഫാദർ ഗീവർഗീസ് ആയി. സംസാരിച്ച സമയം പോലും അറിയില്ല. എനിക്ക് പ്രാർത്ഥനകളുടെ സമയമായി. അപ്പൊ ശരി, നാളെ കാണാം. ഓക്കേ അച്ഛാ. നമുക്കെല്ലാം കഴിച്ചിട്ട് വണ്ടി പഠിക്കാം. ഓക്കെ. കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ട മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ ദീപഞ്ജൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ലൂസിയോ? എന്താ ലൂസി? എന്താ ലൂസി, കാര്യം പറയൂ. പിന്നെ വന്നു. ആരാ ലൂസി? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ, അതേ ആൾ. അയാളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ജപ്പാൻ. അതെ, ഞാൻ ഓർക്കുന്നു. അയാൾ എന്തിനാണ് വന്നത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അതേ കാര്യത്തിന് തന്നെ. പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. ജബ്ബാർ, ജബ്ബാർ, ആദിവാസികളിൽ നിന്ന് കോഴിയും മഹുവയും കോറത്തുണി വാങ്ങി പുറത്തു വെച്ചിരുന്ന ഒരു ഇടനിലക്കാരനാണ് ജബ്ബാർ. കുറച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പന്നമാസങ്ങളിൽ
ആദിവാസി പെൺകുട്ടികൾക്ക് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ജബ്ബാർ പട്ടണങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്നും കടികണ്ണം അടക്കുന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് ലൂസി ദില്ലിയിലെത്തിയത്. വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്ക് ഒരു വീട്ടിൽ ജോലി ശരിപ്പെടുത്തി. മാസാമാസം അവളെ കാണാൻ ചെന്നിരുന്നു. ഇത് നിനക്കുള്ളതാ. ഇതിലെ സാധനങ്ങൾ മുഴുവൻ നിനക്കുള്ളതാ. ഞാൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നു. നോക്ക് 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 നോക്ക്. ചാന്ത്, പൊട്ട്, കൺമഷി എല്ലാം നിനക്കുള്ളതാ. ഇത് നിനക്ക്. നോക്ക് നോക്ക് നോക്ക്. പൊട്ട്, പച്ച 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 പച്ച, ചുവപ്പ് ചുവപ്പ് ചുവപ്പ്. പൗഡർ പൗഡർ ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്. ലൂസി, നീ ഇപ്പോൾ വളരെ സുന്ദരിയായിരിക്കുന്നു. നീ ഇപ്പോൾ വളരെ സുന്ദരിയായിരിക്കുന്നു. ലൂസി വളരെ സുന്ദരിയായിരിക്കുന്നു. Lucy. Come on! See, നീ പണിയെല്ലാം നിർത്തി എന്റെ കൂടെ വാ. അകത്തേക്ക് വരുന്നില്ല. അകത്തുള്ള സേട്ട് മനുഷ്യനാ. അയാളുടെ നിൽക്കും വെപ്രാളൊക്കെ കണ്ടിട്ട് തവണയാണെന്ന് തോന്നുന്നത്. ഭാഗ്യം, മുറിയിൽ കയറിയാലുടൻ അയാൾ 2000 രൂപ തരും. അത് ഉടനെ എന്നെ ഏൽപ്പിക്കണം. പിന്നെ നിന്റെ കഴിവനുസരിച്ച് ബക്ഷീസ് നിനക്കുള്ള. നിനക്ക് മാത്രമുള്ളതാ. നിനക്ക് മാത്രമുള്ളതാ. ചെല്ലു ലൂസി. आजा हाँ? हाँ? 啊
എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഗംഗാനദിയുടെ തീരത്തൊരു നാൾ പാർത്തൊരമ്മ കിളി മകളോടൊപ്പം പാരി പറന്നിര തേടി തളർന്നവർ ഓമുളം കൂട്ടിൽ ഉറങ്ങും നേരം തീയുമ്പുതിർത്തൊരു വേടനാ കൂടിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞു. ചിറകു കരഞ്ഞു, മനസ്സു പിടഞ്ഞു, ആ കുഞ്ഞിളം പൈകിളി പൊട്ടി കരഞ്ഞു. പൊട്ടി കരഞ്ഞു. See, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. എനിക്കറിയാം നീ കൊച്ചു കുട്ടിയാണെന്നും നിനക്ക് കല്യാണ പ്രായമായിട്ടില്ലെന്നും എനിക്കറിയാം. എന്നാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. എങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പിന്നെ വേറൊരു വീട്ടിൽ ജോലി ശരിയായി, ജബ്ബാർ അറിയാതെ. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ ഒരു 10 ദിവസം പോലും വേണ്ടി വന്നില്ല. എന്നിട്ട് നീ ജബ്ബാരോട് എന്താ പറഞ്ഞത്? വരാൻ പറ്റില്ല എന്ന്. അത് നന്നായി. പക്ഷേ ജബ്ബാർ. ലൂസി, നീ പോലീസിൽ പരാതി കൊടുക്ക്. വേണ്ട, പോലീസിനെ എനിക്ക് ജബ്ബാറിനെക്കാളും പേടിയാ. വേണ്ട ലൂസി, ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താ ഇതിനൊരു പോംവഴി? ഫാദർ എന്റെ കൂടെ ജബ്ബാറിന്റെ വീട് വരെ ഒന്ന്. ഞാൻ നിന്റെ കൂടെ. ഫാദർ, ജബ്ബാർ അവന്റെ കൂടെ ചെല്ലാൻ പറയുന്നു. നീ ഒരിക്കലും
ഒരിക്കലും പോകരുത്. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവന് കൃത്യമായി അറിയാം. എല്ലാം ശരിയാകും, നീ പേടിക്കാതെ. തൽക്കാലം നീ ഇവിടുന്ന് പോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പുരോഹിതനായ ഞാൻ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുവാൻ വിധിക്കപ്പെട്ടവനാണ്. പ്രാർത്ഥിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഗോളികളെ കുറിച്ചുള്ള അച്ഛന്റെ പഠനത്തിന് ഒരു അടിക്കുറിപ്പായി ടിവിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗിറ്റ പ്രത്യക്ഷപ്പെടുന്നത്. ഹിഗിറ്റ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ് ഗീവർഗീസ് അച്ഛൻ മറ്റ് ഗോളികളെ ത്യജിച്ച് ഹിഗിറ്റയെ മാത്രം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. എല്ലാവരാലും ഒറ്റിക്കൊടുക്കപ്പെട്ട് രണ്ട് കൈകളും വിടർത്തി ഒന്ന് മുറുമുറുക്കാൻ ഇരുചെവി പോലും ഇല്ലാതെ ആകാശം മുട്ടി നിൽക്കുന്ന ഏകാന്തതയിൽ തവണയിൽ നിന്നും തൊടുത്തുവിട്ട പെനാൽറ്റി കിക്കും കാത്ത് ഗോളി നിൽക്കുന്നു. രണ്ട് കൈകളും വായുവിൽ വീശി ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വീണ് കിടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് അണികൾക്കായി അശ്രാവ്യമായ സംഗീതത്തിന്റെ ഉച്ചസ്ഥായികൾ ടിക്കറ്റ് തീർത്തു. പന്തടിക്കാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ ഒന്നാം വയലിൻകാരൻ. ഗോളി ആയിരുന്നിട്ടും മൈതാന മധ്യത്തിലേക്ക് പന്തുമായി മുന്നേറുന്ന ഹിഗിറ്റ അച്ഛനെ അത്ഭുതപ്പെടുത്തി. ടിക്കറ്റ് നീണ്ട ചുരുളൻ മുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ വീശയുമായി പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ മറ്റു ഗോളികൾ ഇന്നേവരെ കാണാത്ത എതിരാളിയുടെ പോർ പോത്തേക്ക് എല്ലാവരും വരവുകളെയും ഭേദിച്ച് പന്തുമായി മുന്നേറുന്ന ടിക്കറ്റ്. അച്ഛൻ നോക്കി നിൽക്കെ ഗോളി യേശുക്രിസ്തുവായി. ഒരു ചാട്ടവാറുമായി ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ അവൻ പുറത്താക്കി. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവേ, ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീയും പോയി അതുപോലെ ചെയ്യുക. അതെ, നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ മുറിവേറ്റവനെ സഹായിക്കാതെ കടന്നുപോയവരുടെ തെറ്റുകൾ തിരുത്തുവാനുള്ള സമയമായി. ഫാദർ, എന്താ ലൂസി? ഞാൻ ജബ്ബാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവളുടെ പ്രതിരോധം പകർന്നു തുടങ്ങിയിരിക്കുന്നു. പോവാൻ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചാ പിന്നെ ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവൻ എന്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പോവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ഒരു പക്ഷേ തിരിച്ചു ചെന്ന അവൻ എന്നെ കെട്ടുമായിരിക്കും. നിനക്ക് പോവാൻ പൂർണ്ണ സമ്മതമാണോ? അവൻ എന്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും. എവിടെയാണ് ജബ്ബാറിന്റെ വീട്? ശുക്കൂർപൂർ ബസ്തിയുടെ അടുത്ത്. വാ. പേര് വിദഗ്ധനായ ഒരു ഫുട്ബോൾ കളിക്കാരനെ പോലെ അച്ഛൻ തന്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു. നീ വന്നോ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അകത്തേക്ക് കയറ്. ഇല്ല, അവൾ വരുന്നില്ല.
പിന്നെ അകത്തേക്ക് കയറുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്നല്ലേ പറഞ്ഞത്. ജോസിയെ, ഇയാൾ ഇവിടെ നിന്ന് പോകുന്നല്ലേ നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. അല്ല അല്ല, എന്തു പറഞ്ഞു? നാളെ സൂര്യോദയം എന്നുണ്ടെങ്കിൽ നിന്നെ ഈ ദില്ലിയിൽ കണ്ടുപോകരുത്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതൻ ആയിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മണി മുഴങ്ങുമോ നീ ചോദിക്കരുത്. അത് ആർക്ക് വേണ്ടിയാണെന്ന്. അത് നിനക്ക് വേണ്ടിയാണ്. പ്രഭാതത്തിൽ ഒരു അനീതി നടന്നാൽ സന്ധ്യയ്ക്ക് മുമ്പ് അത് ചോദ്യം ചെയ്തിരിക്കണം. അനീതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അനീതികളെ പറ്റി ചർച്ചകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മതേതൃത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുമ്പോൾ, വൈദികരും സന്യസ്തരും കള്ളക്കേസിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചതുരക്കടങ്ങൾ വിട്ട് പുറത്തേക്ക് കടക്കാത്തത് എന്ന ചോദ്യവുമായി ഹിഗിറ്റ ഇവിടെ പൂർണ്ണമാകുന്നു.